പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരി മാതാവ് സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാശ്വരശ്വരെ നീക്കുവാവേ. മക്കളെ, ദൈവമായിട്ടുള്ള ഒരു യാത്ര വളരെ ഫ്രൂട്ട്ഫുൾ ആകാനുള്ള ചില രഹസ്യം പറഞ്ഞുതരാം. അതിലൊന്ന്, ഒരു ദിവസത്തെ വ്യാപാരം കഴിയുമ്പോഴേ ഇപ്പം നമ്മളെ കടക്കാർ, ഞാനേ നമ്മുടെ ജോമോൾ സിസ്റ്ററിന് ഒരു റിങ് വാങ്ങിക്കാൻ പോയി, ജോമോൾസിൻ്റെ വ്രതവാഗ്ദാനത്തിനെ. അപ്പോൾ ഒരു സ്വർണ്ണത്തെ റിങ് അപ്പോൾ വാങ്ങിക്കാൻ പോയപ്പോൾ ഞങ്ങൾ ചെല്ലണ കടയിൽ ആർക്കും വലിയ സന്തോഷമൊന്നുമില്ല. 8 മണിക്കാണ് ചെല്ലണത് രാത്രി. ഇവിടെയോ പോയിട്ട് വന്നിട്ട് താമസിച്ചത്. അപ്പം ഇത് ആർക്കും സന്തോഷമില്ലാത്ത കാരണം എന്നറിയാമോ? ഈ സ്വർണ്ണക്കടയിൽ ഓരോരുത്തരും ഓരോ പവിലിയൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവർ രാവിലെ, അപ്പം അവർ പോകാൻ നേരത്ത് രാവിലെ ഏൽപ്പിച്ച 25 കമ്മൽ, 1 പവൻ്റെ 10 മാല, 1.5 പവൻ്റെ 5 മാല, ഇങ്ങനെയൊക്കെ ഏൽപ്പിച്ചിരിക്കേണ്ടത്. അപ്പം അതിനകത്ത് അത് ഏൽപ്പിച്ചത് എത്ര, സ്റ്റോക്ക് എത്ര, വിറ്റത് എത്ര, ബാക്കി എത്ര നോക്കണം. അപ്പം ആ ഒരു ഭയങ്കര കയ്യിൽ നിന്ന് കാശ്, ഇപ്പം നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ 400 രൂപയായിരിക്കും കിട്ടണത് അവിടുന്ന്.
പക്ഷേ ചിലപ്പോൾ 4000 രൂപ കയ്യിൽ നിന്ന് പോകും. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ജീവന്മാരുടെ പരിപാടിയാണ് സ്വർണ്ണക്കടയുടെ നടക്കുക. സ്വർണ്ണക്കടയിൽ നമ്മൾ രാത്രി ചെന്ന പ്രശ്നമാണ്. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ മുള്ളേ നിൽക്കുകയും. അപ്പോൾ ഞാനെങ്ങനെ ഓർത്തതേ, നമ്മുടെ ജീവിതവും ഇങ്ങനെയാണ്. അവസാനമാകുമ്പോൾ ഈ ഒരു ദിവസത്തെ വ്യാപാരം ദൈവമായിട്ടുള്ള ജീവിതം കഴിയുമ്പോൾ ഞാൻ ഇത് തിരിച്ച് നമ്മുടെ ആത്മജീവിതത്തോട് കൊണ്ടുവരികയാണേ. ഒരു ദിവസത്തെ ദൈവമായിട്ടുള്ള ജീവിതം കഴിയുമ്പോൾ നമ്മുടെ കർത്താവിന് കടക്കാരനായിട്ട് അവസാനിക്കരുത്. മറിച്ച് കർത്താവ് നമുക്ക് കടം തരാനുള്ള രീതി അവസാനിക്കണം. എന്നാ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ കർത്താവിന് കടക്കാരനായിട്ട് അവസാനിക്കരുത്. കർത്താവ് നമുക്ക് കടം തരാനുണ്ടായിട്ട് അവസാനിക്കണം. കാര്യം എന്താ വെച്ചാൽ, നമ്മ കടത്തിലാണ് കിടക്കാൻ പോണെങ്കിൽ നമ്മ കടത്തിൽ തന്നെ മരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛാ എന്താണ് അച്ഛാ കർത്താവ് നമുക്ക് കടം തരാനുള്ള പോലെ എന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം എല്ലാ കാര്യവും കർത്താവ് ഈ ദിവസങ്ങളിലൊക്കെ ഉത്ഥാനത്തിൽ എന്താ പറയണത്? ഉത്ഥാനത്തിന് അപ്പോസ്തലന്മാർ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകം മുഴുവൻ, ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടില്ലേ, നിങ്ങൾ ലോകം മുഴുവൻ പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ അനുഷ്ഠിക്കുവാൻ അവരെ അഭ്യസിക്കുവാൻ. അതെ, അപ്പം കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് കൊണ്ട് കർത്താവ് നമുക്ക് അത്രയും സ്നേഹം. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കും. അപ്പം നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ കർത്താവിന് നമ്മുടെ സ്നേഹം ഉണ്ടാകും. അപ്പം അത് കർത്താവിന് സ്നേഹം നമുക്ക് തന്ന് വീട്ടാനുള്ള രീതി വേണം നമ്മുടെ ഓരോ ദിവസം അവസാനിക്കാൻ. അങ്ങനെ ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. എന്നാൽ സൂപ്പറായിരിക്കും. നമ്മൾ ഇപ്പം പലപ്പോഴും അവസാനിക്കാമെന്ന് അറിയാമോ? നമ്മൾ ഇപ്പം നിങ്ങളുടെ കുമ്പസാരം നീളുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. എന്താ കാര്യം? കർത്താവിന് അങ്ങോട്ട് കൊടുക്കാനുള്ള രീതിയിലാണ് ജീവിതം പോണതില്ല. എല്ലാം അത് കൊടുത്താലും തീരാത്ത രീതിയിലാണ് ജീവിതം പോണത്. അപ്പം എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു ദിവസം ഞങ്ങളുടെ ഹോളിൽ ചെന്നപ്പോൾ ഒരു കസേര ഒടിഞ്ഞ് കിടക്കണം, കാല്. ആ കസേരയ്ക്ക് 18,000 രൂപയാണ്. അത് കാലൊടിഞ്ഞ് പോയി. ആരുടെ അടിക്കാൻ വന്ന കക്ഷികൾ ഒടിച്ചിട്ടതാണ്. പക്ഷെ അടിക്കാൻ വന്ന കക്ഷി വന്ന് രഹസ്യത്തിൽ എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണെന്ന് പറഞ്ഞു. ചില ആൾക്കാരാണെങ്കിൽ വീട്ടിൽ പോലും ഗ്ലാസ് പൊട്ടിയാൽ പോലും പറയത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾക്ക് എടുത്തപ്പോൾ വസി പൊട്ടിപ്പോയി, നിങ്ങളുടെ പിഞ്ഞാണം പൊട്ടിപ്പോയി, പക്ഷെ പറയത്തില്ല. ഒരു അമ്മ കടന്നിട്ട് കാരണം കേൾക്കാം, ആരാ പൊട്ടിച്ചത്, സത്യം പറ എന്ന് പറഞ്ഞാൽ മിണ്ടത്തില്ല. കാര്യം നിന്റെ കളവ് നീ പൊട്ടിച്ച് കളഞ്ഞത്, നീ സത്യം പറഞ്ഞുമില്ല, ആ കളവ് മറ്റുള്ളവരെ സംശയത്തിൽ നിഴലിലാക്കി. അപ്പം എന്താണ്? കടമായി. കർത്താവ് ഈ കടം ഒരിക്കലും തീരത്തില്ല. അതാണ് ഈ കടം തീർക്കണമെങ്കിൽ നമ്മൾ സ്വയം ഏറ്റു പറഞ്ഞിട്ട് ആ സാധനം മേടിച്ച് അവിടെ വെക്കണം. അപ്പോൾ ആ കടം തീരണം. പക്ഷേ പല കാര്യങ്ങളും ഇങ്ങനെയല്ല അവസാനിക്കണം. ദൈവം നമ്മൾ ദൈവത്തിന് കൊടുത്ത് വീട്ടാനുള്ള പോലെ അവസാനിക്കണം. അങ്ങനെ അവസാനിച്ചാൽ വന്നുള്ള കുഴപ്പം വെച്ചാൽ നമ്മൾ പിരിഞ്ഞു പോകത്തില്ലേ? പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓരോ ദിവസം കിടക്കാൻ പോണത് കടത്തിലാണെങ്കിൽ മരിക്കാൻ പോണതും കടത്തിലായിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ ആരെ കൊടുത്ത് വീട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണത്? മക്കളാ കൊടുത്തു വിടത്തില്ല. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചില സമയത്തൊക്കെ ഈ ആൾക്കാരെ കാണുന്നത് ഈ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും അല്ലാത്ത സ്ഥലത്തു നിന്നും എവിടെ നിന്നായാലും ഇവർ ലീവിന് വരണില്ലേ? ലീവിനൊക്കെ വരുമ്പോൾ അവർ കുറേ ഉത്തരവാദിത്തത്തോടെ വരുന്നത്. തൃശ്ശൂർ കൊണ്ടുപോയി അവിടെ 20,000 രൂപ കൊടുക്കണം. അപ്പുറത്ത് അവരടുത്ത് കൂട്ടുകാർ കൊടുത്തുവിട്ടിരിക്കുന്ന കാശാണ്. അതുകൊണ്ട് ഇവർ കൊണ്ടുവന്ന് കൊടുക്കണത് ഓരോ സാധനമായിട്ടും സമ്മാനമായിട്ടും നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ 2-3 ബാഗ് ഈ സാധനം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതായിരിക്കും കൊണ്ടുവന്ന് വെക്കണത്.
ഇങ്ങനെ കൊടുത്ത് നടന്ന് ഇവിടെ ലീവ് തീർന്നു. ഇവർ വിമാനത്തെ തിരിച്ചു പോണ സമയത്തായിരിക്കും, അയ്യോ അപ്പൻ്റെ കുഴുക്കെ പോയി പ്രാർത്ഥിച്ചില്ല, കഷ്ടമായി. അത്രേ ഉള്ളു. ചിരിക്കണ്ട, അത്രേ ഉള്ളു. വിമാനത്തെ ഇങ്ങനെ തടിക്കുക കൊടുത്തേക്കും, ചുമ്മാ കാവട്ടെ. അവർ തിരക്കില്ല. നീ കടമുണ്ടാക്കി വെച്ചിട്ട് നിന്റെ മക്കളെ വീട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. കടത്തിലാണ് നീ മരിക്കണമെങ്കിൽ, നീ കടത്തിലാണ് ഓരോ ദിവസവും നീ കിടക്കണമെങ്കിൽ കടത്തിൽ തന്നെ നീ മരിക്കും. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? കർത്താവ് ഇങ്ങോട്ട് തരാനുള്ള രീതിയിൽ ഓരോ ദിവസം അവസാനിക്കാൻ. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ ആൾത്താരയിൽ നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി. എൻ്റെ പേര് ജോയ് ആൻ്റണി. ഞാൻ അന്നമനട ക്രിസ്തുരാജ പള്ളി ഇടവകാംഗമാണ്. എൻ്റെ ഭാര്യ ജിജി ജോയ്. പിന്നെ മക്കൾ എനിക്ക് 4 പേരാണ്. 4 പേരും ഇവിടെ ഇല്ല, വിദേശത്താണ്. പിന്നെ എൻ്റെ ഒരു സാക്ഷ്യം, ആദ്യമായി എനിക്ക് ഒരു ഹാർട്ട് ഓപ്പൺ സർജറി ചെയ്യേണ്ടതായിട്ട് വന്നു. അത് 2025 ഓഗസ്റ്റ് 12 രാജഗിരി ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തത്. ആദ്യം തന്നെ എനിക്ക് അതിലുണ്ടായിരുന്നത് ഒരു ഛർദി, പിന്നെ ഛർദി നിൽക്കാത്ത ഛർദി, പിന്നെ അത് കൂടാതെ ചുമ. അപ്പോൾ അങ്ങനെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ഫിസിഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആസ് ഏർലി ആസ് പോസിബിൾ താങ്കൾ ഉടനെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പൊക്കോളൂ, അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അവിടുന്ന് രാജഗിരി ഹോസ്പിറ്റലിൽ എത്തിയതും നേരെ എന്നെ ICUയിലേക്കാണ് കൊണ്ടുപോയത്. പിന്നെ 8 ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറക്കിയത്. അത് കഴിഞ്ഞ് ഡോക്ടർ അവിടെ ഡോക്ടർ പ്രദീപ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡിയാക്കായിരുന്നു, അപ്പോൾ കാർഡിയാക് സർജൻ. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഒരു 20-25 ദിവസം വീട്ടിലിരിക്കണം, ഞാൻ തരുന്ന മരുന്നെല്ലാം കഴിച്ച് ബോഡി ഫിറ്റായതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ഓപ്പറേഷൻ നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഒരു 8ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് ഒരു 3-4 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും ഭയങ്കര അണപ്പും കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വാൽവ്, അതിൽ ഒരെണ്ണം റീപ്ലേസ് ചെയ്തു, 2ാമത്തത് വന്നിട്ട് റിപ്പയർ ചെയ്തു, പിന്നെ 2 ബൈപ്പാസ് ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. അപ്പോൾ എനിക്ക് എന്നിട്ട് ആ സമയത്ത് എൻ്റെ ഉടമ്പടി പുതുക്കാനുള്ള സമയമായിരുന്നു. അപ്പോൾ ഉടമ്പടി പുതുക്കാനായിട്ട് എന്ത് ചെയ്താൽ വീട്ടുകാരും സമ്മതിക്കില്ല. കാരണം ഇവിടെയും വരാമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഒരു ചേട്ടനുണ്ട്, തോമസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ തലേ ദിവസം പറഞ്ഞു, ചേട്ടാ വണ്ടിക്ക് ഒരു ഓട്ടം ഉണ്ട്, നാളെ 5 മണിക്ക് വെളുപ്പിന് നമുക്ക് ആലപ്പുഴ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ രാവിലെ തന്നെ 5 മണിക്ക് വന്നു. എന്തോ ലോഡ് കയറ്റാനാണ് എന്ന് വിചാരിച്ചിട്ടാണ് ആൾ വന്നത്. അപ്പോൾ ഞാൻ വണ്ടിയിലാണ് കയറിയിരുന്നിട്ട് പറഞ്ഞു, നേരെ ആലപ്പുഴയ്ക്ക് ആലപ്പുഴയിൽ കലവൂര് ചെല്ലണം, നമുക്ക് കൃപാസന മാതാവിൻ്റെ അടുത്തൊന്ന് പോകണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു. ഇവിടുന്ന് ഞാൻ ആ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് പുതുക്കാൻ വേണ്ടിയിട്ട് ആ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് കയറാനായിട്ട് സ്റ്റെപ്പ് വെച്ചത് ഒരു 4 പ്രാവശ്യമെങ്കിലും 2 അടി വെച്ചിട്ടാണ് മുകളിലേക്ക്. കാരണം അത്രയധികം ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനെന്ത് മനസ്സിൽ ചിന്തിച്ചു, ഇവരൊക്കെ എല്ലാവരും എതിർത്തെങ്കിലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, അങ്ങനെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എന്നോട് എൻ്റെ ആത്മാവിനെ അങ്ങോട്ട് എടുക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ആ എടുത്തോട്ടെ, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ സന്തോഷത്തോടുകൂടി പോകാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാതെയോ എനിക്ക് ഉടമ്പടി പുതുക്കാതെ പറ്റില്ല എന്നുള്ളത്. ഞാനിവിടെ വന്നു. അതിനുശേഷം പിന്നെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് അമ്മ മാതാവിനെ എനിക്ക് നറുക്കിൽ കിട്ടി. അമ്മ മാതാവിനോട് ഞാൻ സ്വകാര്യത്തിൽ പറഞ്ഞു, എൻ്റെ ഓപ്പറേഷനാണ്, അമ്മ എൻ്റെ കൂടെ വരണം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അച്ഛനെ കണ്ടു. അച്ഛൻ്റെ തൈലം പുരട്ടി അച്ഛൻ പ്രാർത്ഥിച്ചു. സെയ്ത്ത് പുരട്ടി പ്രാർത്ഥിച്ചു അച്ഛൻ. ഇതിന് ശേഷം ഞാൻ വീണ്ടും പോയി ഒക്ടോബർ 3-ാം തീയതി 2025 എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തു വീണ്ടും. അതിന് ശേഷം ഓപ്പറേഷൻ 9-ാം തീയതി ആയിരുന്നു.
9-ാം തീയതി രാവിലെ 8 മണിക്കെന്ന് പറഞ്ഞിട്ട് 2 പേരാ സൈൻ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു. 2 പേരും കൂടി സൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവളുടെ ആങ്ങളെയും വൈഫും കൂടിയിട്ട് വന്ന് സൈൻ ചെയ്തിട്ടാണ് പിന്നെ എന്നെ കയറ്റിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്രിട്ടിക്കലാണെന്നുള്ളത് പിന്നീടാണ് അതൊക്കെ മനസ്സിലാവുന്നത്. 50-50 ചാൻസ് ആയിരുന്നു. അപ്പോൾ അവരുടെ കൊളീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മെമ്പേഴ്സായിരുന്നു. അതിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ഒരു പ്രദീപ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡിയക് സർജനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു എന്നെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കടത്താണ്, സർജറി റൂമിലേക്ക്. അപ്പോൾ ഉള്ളിലേക്കാണ് കടത്തുന്ന സമയത്ത് ആ ഗോളം, ലൈറ്റ് ഗോളമുണ്ട് അവിടെ. അപ്പോൾ ആ ഗോളത്തിൻ്റെ സൈഡിൽ അമ്മ മാതാവ് നിൽക്കുന്നു. ഞാൻ അതിശയിച്ചു പോയി. എൻ്റെ കണ്ണാലെ കണ്ടതാണ് അമ്മ മാതാവ് നിൽക്കണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോണ സമയത്ത്, ഉടമ്പടി പുതുക്കി പോണ സമയത്ത് അമ്മോട് പറഞ്ഞിരുന്നു വരണമെന്ന്. അമ്മ വാക്ക് പാലിച്ചു, അമ്മ വന്നു. പിന്നെ ഉള്ളതൊക്കെ അവിടെ നടന്നത് മുഴുവനും അമ്മ തന്നെയാണ് ചെയ്തതെന്നാണ് എൻ്റെ 100% ഉറപ്പ്. അപ്പോൾ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ലാതെ എനിക്ക് ഇപ്പോൾ, അതായത് ഒരു വാൽവ് വന്നിട്ട് റീപ്ലേസ്മെൻറ്റും, നെക്സ്റ്റ് വൺ റിപ്പയർ, ദെൻ 2 ബൈപ്പാസ്, ഇത്രയും ചെയ്ത് നല്ല ആരോഗ്യത്തോടു കൂടി ഇപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നു. പിന്നെ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ 4 മക്കളാണ് എനിക്ക്. ഈ 4 മക്കളുടെ കാര്യത്തിലും മാതാവ് ഓരോ സമയത്തും ഇടപെട്ടിട്ടുണ്ട്, പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത് എൻ്റെ പെങ്ങളുടെ കാര്യമാണ്. അപ്പോൾ മകൻ്റെ അടുത്ത് അമേരിക്കയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പെങ്ങൾ പോകും. അപ്പോൾ പെങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു 6 മാസം 7 മാസമൊക്കെ നിന്നിട്ടൊന്ന് വരുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം, ഈ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷം പോയപ്പോൾ ചേച്ചിക്ക് വന്നിട്ട് ഭയങ്കര അലർജി, ചൊറിച്ചൽ, ഭയങ്കര കടി, ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എന്നും വിളിക്കുമ്പോൾ ചേച്ചി പറയും, എടാ ഒരു നിവൃത്തിയില്ല, ആൾക്കാരുടെ മുമ്പിലൊന്നും നിൽക്കാൻ പറ്റണില്ല, എങ്ങനെയാണ് ഈ മാതിരിയാണ് എനിക്ക് എൻ്റെ മേത്ത് മുഴുവൻ ചൊറിഞ്ഞ് തടുക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു വീഡിയോ കോളിൽ വാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എൻ്റെ ഉടമ്പടി തൈലം എടുത്ത് ചേച്ചിയുടെ നെറ്റത്തും, അതായത് ഫോണിൽ ചേച്ചിയുടെ നെറ്റത്തും കഴുത്തിലും ഞാൻ ക്രോസ് ഇട്ട് ഈശോയോടും മാതാവിനോടും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞ് ചേച്ചി വിശ്വാസ പ്രമാണം ചൊല്ലി, ഞാനും ചൊല്ലി. അത് കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നെ വിളിച്ചേക്കാണ്, എൻ്റെ മേത്തൊരു കുഴപ്പമില്ലടാ, എല്ലാം മാറിയെന്ന്. ചേച്ചി സാക്ഷ്യം പറയാൻ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഇപ്പം ഇത്തിരി വയ്യായ കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ചെറുതും വലുതുമായിട്ട് ധാരാളം അനുഗ്രഹങ്ങളാണ് തന്നേക്കണത്. ഇത് മുഴുവൻ ഇനി മക്കളുടെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വരുമ്പോൾ അവരൊരുമിച്ച് വന്ന് ആൾത്താരയിൽ വന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി വീണ്ടും ഞാൻ പറയട്ടെ. പിന്നെ ഇത് കൂടാതെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമൊക്കെ ഈ അസുഖം വരുന്നതിന് മുമ്പൊക്കെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട്, അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെയുള്ള നിർധനരായ കുറച്ച് രോഗികൾക്ക് ഞാൻ കുറച്ച് പൈസ കൊടുത്ത് പോരലാണ് പതിവ്. പിന്നെ ഒരു 4 കെട്ട് പത്രം എന്നും എല്ലാ മാസവും കൊണ്ടുപോകും. അത് മുഴുവൻ ഞാനൊരു 2 വീലറിൽ ഇട്ടിട്ട് ഇങ്ങനെ റോഡ് വഴിക്ക് നടന്നിട്ട് ഓരോരുത്തരെ കാണും. ചിലവരൊക്കെ അതൊക്കെ ഡിനൈ ചെയ്ത് അത് വേണ്ട, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചിലവരൊക്കെ പറയും, ചിലവർ ചീത്ത പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനൊന്നും പറയാറില്ല. ആദ്യമൊക്കെ ആണെങ്കിൽ ഭയങ്കര ദേഷ്യവും കോപമൊക്കെ ഉള്ള ഒരാളായിരുന്നു. അതൊക്കെ അങ്ങോട്ട് മാറി അമ്മ മാതാവിനോട് അടുത്തപ്പോൾ. ഇനിയിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, മരണം വരെ അമ്മയോടും ഈശോയോടും ചേർന്ന് എനിക്ക് മരിക്കുന്നവരെ പോകണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് ആത്മീയ ജീവിതം കുർബാനയ്ക്ക് ഞാൻ വീട്ടിൽ തന്നെയാണ് കാണാറ്. ഞായറാഴ്ച മാത്രമേ കുർബാനയ്ക്ക് ഞാൻ പള്ളിയിൽ പോവാറുള്ളൂ. പിന്നെ കാരണം, ഒന്നാമത്തെ കാരണം ഇപ്പോഴും എനിക്ക് ചില സമയത്ത് തലകറക്കം വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ വെയിലത്തൊന്നും ഇറങ്ങി നടക്കരുത്, വളരെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇത്തിരിക്കോളം വെയിലൊക്കെ ആറിക്കഴിയുമ്പോൾ വെറുതെ വീട്ടിലിരിക്കാതെ ഒന്ന് എല്ലാവരേക്കും ഒന്ന് പോയി കാണുക. അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഒന്ന് റൗണ്ട് അടിച്ച് വരും പലവരെയൊക്കെ കണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ നമ്മുടെ എന്താ പറയുക, ഇവിടുത്തെ പത്രവും അതൊക്കെ വിതരണം ചെയ്യും. പിന്നെ രോഗികൾ ആരായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വീടുകളൊക്കെ ഒന്ന് സന്ദർശിച്ച് പോരും. ഇതാണ് മെയിനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. അമ്മേനെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശക്തിയോടുകൂടി പറയുന്നത്. പരിശുദ്ധ അമ്മ നേരിട്ട് വന്നു. അമ്മേനെ വിളിച്ചാൽ വരാത്ത അമ്മയല്ല, അമ്മ എപ്പോഴേയും വരും. താങ്ക് യു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും
അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനം 147 3-ാം വചനമാണ്. തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. മനസ്സിലെ മുറിവുകൾ പോലും, നമ്മുടെ ഓരോരുത്തരുടെയും വേദനകൾ ദൈവത്തിന് മുൻപിൽ വിലപ്പെട്ടതാണ്. നമ്മുടെ ആത്മാവിനെ ആശ്വസിപ്പിക്കുകയും ഉള്ളിലെ വേദനയെ സുഖപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. നമ്മുടെ വേദനകളെല്ലാം ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്, കൃപാസനം അമ്മ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നിരാശകൾ, രോഗാവസ്ഥകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലെ മുറിവുകളാണ്. കൃപാസനം ഉടമ്പടി വഴി ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ്, ഒരു ആത്മീയ യാത്രയാണ് ഉടമ്പടി വഴി നമുക്ക് ലഭിക്കുന്നത്. ഉറച്ച വിശ്വാസത്തോടെയുള്ള ആത്മീയ പ്രതിജ്ഞയാണ് ഉടമ്പടി. ഏത് പ്രശ്നങ്ങളും നേരിടാനും പ്രശ്നങ്ങൾ തരണം ചെയ്യുവാനും പ്രതിസന്ധികളിൽ ഓരോ കാര്യങ്ങളിലും നേരിടാനുള്ള ഒരു ശക്തിയാണ്, ഒരു ആത്മീയ ശക്തിയാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ വേദനകൾ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന ഒരു വഴിയാണ് ഉടമ്പടി. കൃപാസനം മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തകർന്ന ഹൃദയങ്ങളെ പുതുക്കുന്ന ഒരു അനുഭവമാണ് ഓരോ വ്യക്തികളുടെ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോയ് ആൻ്റണി എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃപാസനം അമ്മയുടെ സാന്നിധ്യത്തിലൂടെ രോഗത്തിൻ്റെ സൗഖ്യം ലഭിച്ചതിൻ്റെ ഒരു വലിയ ദൈവാനുഭവം. ആദ്യമായി വളരെ ബുദ്ധിമുട്ടിയാണ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ ചെന്ന് പോയി കണ്ടപ്പോൾ പറഞ്ഞത് സർജറി വേണമെന്നാണ്. ഇവിടെ വരികയും കൃപാസനത്തിൽ വരികയും വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ വരികയുണ്ടായി. പിന്നീട് ഉടമ്പടി പുതുക്കി. അതിനുശേഷം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന കൈവപ്പ് ശുശ്രൂഷ കൂടി സൈത്ത് തേച്ച് അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും ആ സർജറിക്ക് പോവുകയും അവിടെ ചെന്നപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ഈ മകൻ ആശിച്ചത്. കാരണം ഇവിടെ പുതുക്കാനായിട്ട് നിന്നപ്പോൾ ആഗ്രഹപ്രകാരം മാതാവിനെയാണ് കയ്യിൽ കിട്ടിയത്. അപ്പോൾ ആ നിശബ്ദമായ നിമിഷങ്ങളിൽ മാതാവിൻ്റെ ചെവിയിൽ പറഞ്ഞത്, അമ്മേ എൻ്റെ കൂടെ വരണം, ഓപ്പറേഷൻ്റെ സമയത്ത് അമ്മ കൂടെ വരണമെന്നാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തന്നെയാണ് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് എല്ലാം എളുപ്പമായിരുന്നു. പക്ഷെങ്കിൽ നമുക്കറിയാം 2 ബൈപ്പാസ് സർജറി, ഒരു വാൽവ് റീപ്ലേസ്മെൻറ്റ്, ഒരു വാൽവ് റിപ്പയർ, ഇത്രയും ചെയ്ത ഒരു വ്യക്തി ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വളരെ ആരോഗ്യത്തോടെ നന്ദിയോടെ വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായിട്ടാണ് നമ്മുടെ മധ്യം വന്ന് നിൽക്കുന്നത്. ഇത് അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ലഭിച്ച ഒരു വളരെ പെട്ടെന്നുള്ള ഒരു രോഗസൗഖ്യവും പിന്നെ ഈ മകൻ്റെ പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി ജീവിതത്തിലുള്ള ആ വിശ്വാസം. അമ്മയുടെ അടുത്ത് വന്നാൽ എൻ്റെ രോഗം സുഖപ്പെടുമെന്ന ആ വിശ്വാസത്തോടെ എല്ലാവരും പോകണ്ടെന്ന് പറയുമ്പോഴും ഈ മകൻ ഒന്നും നോക്കാതെ രണ്ടും കൽപ്പിച്ച് അമ്മ കൂടിയുണ്ടെങ്കിൽ എനിക്ക് വേറൊന്നും വേണ്ട എന്നുള്ളൊരു ആശ്വാസമാണ് കൃപാസനം അമ്മ സന്നിധിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരുമ്പോൾ ഒരു സമാധാനം, ഒരു ശക്തി, ഒരു ധൈര്യമാണ് ഈ മകന് ഈ സഹോദരൻ ലഭിച്ചത്. ആ ധൈര്യത്തോടു കൂടിയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയത്. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ടാണ് ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു പുതിയ ജീവിതമാണ്. ഹൃദയ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ച വിശ്വാസത്തോടെയുള്ള ആ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്. അതുകൊണ്ടാണ് ആ ഹൃദയത്തിൻ്റെ ആ എല്ലാ ട്രീറ്റ്മെൻറ്റും വളരെ ഭംഗിയായിട്ട് തന്നെ വിജയകരമായിട്ട് ശസ്ത്രക്രിയ ചെയ്യുവാൻ സാധിച്ചത്. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കർത്താവ് പുതിയൊരു ജീവിതം തന്നെയാണ് ഈ സഹോദരൻ നൽകിയത്. ഹൃദയവാൽവ് പിന്നെ ഉടമ്പടി പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മറുപടിയാണ് ഹാർട്ട് വാൽവ് റീപ്ലേസ്മെൻറ്റ് വിജയകരമായിട്ട് തീർത്തത്. ദൈവത്തിൻ്റെ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഉത്തരവായിട്ടാണ്. നമ്മുടെ ജീവിതത്തിലും തകർന്ന നിമിഷങ്ങളിൽ സൗഖ്യപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കും വിശ്വസിക്കാം. കൃപാസനം മാതാവിൻ്റെ സാന്നിധ്യത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും അമ്മയാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. കൃപാസനം അമ്മ നമ്മുടെ വേദനകൾ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തകർന്ന മനസ്സുകൾ പുതുക്കപ്പെടുന്ന, നിരാശ പ്രത്യാശയാക്കി മാറ്റുന്ന, വേദന അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു വലിയ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഈശോയുടെ അമ്മയുടെയും സാന്നിധ്യം മനസ്സിലാക്കാനും എല്ലാ
കാര്യത്തിലും ഈശോയുടെ അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്കും ശ്രമിക്കാം. കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ. ജോയ് ആൻ്റണിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആദ്യമായി ഞാൻ കൃപാസന പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. 1000 നന്ദി പറയുന്നു മാതാവിനോട്. എൻ്റെ പേര് ബിന്ദു വിജയൻ. തൃശ്ശൂർ പനമ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് വരാൻ ഇടയായത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന റെജീന എന്ന ചേച്ചി കൃപാസനത്തിലെ കാര്യങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. ആ ചേച്ചി പറഞ്ഞാണ് കൃപാസനത്തിലെ അമ്മയുടെ അനുഗ്രഹങ്ങളെ പറ്റിയും എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാനിടയായത്. അങ്ങനെ ഞാൻ കൃപാസനത്തിലേക്ക് വരണമെന്ന് ആ ചേച്ചിയോട് പറഞ്ഞു. ആ ചേച്ചി എന്നോട് പറഞ്ഞു, അറിയാനൊന്നുമില്ല, തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി കൃപാസനത്തിലേക്ക് എപ്പോഴും ബസ്സുണ്ട്, നീ പേടിക്കണ്ട, ധൈര്യമായിട്ട് നീ പോയിട്ട് വരൂ, നിൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും നീ അമ്മ മാതാവിനോട് പറയൂ, നിൻ്റെ വിഷമങ്ങളെല്ലാം അവിടെ നിനക്ക് മാറിക്കിട്ടും എന്ന് പറഞ്ഞു. ഞാനിവിടെ കൃപാസനത്തിലേക്ക് വന്നു, ഉടമ്പടി എടുത്തു. എനിക്ക് ഉടമ്പടി എടുത്തിട്ട് ആദ്യമായി കിട്ടിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ വർഷങ്ങളായിട്ട് എനിക്ക് എപ്പോഴും ഛർദി ഉണ്ടായിരുന്നു. ആ ഛർദി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം ഇവിടുത്തെ ഉപ്പും കഴിക്കും, ഇവിടുത്തെ തൈലവും പരട്ടുകയും ഒക്കെ ചെയ്തു. പിന്നെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുക എനിക്ക് എൻ്റെ ഈ ഛർദി വീണ്ടും വന്നു. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിനി ഛർദിക്ക് വേണ്ട, എനിക്കിത് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ മാതാവിനോട് നന്നായി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വിളി മാതാവ് കേട്ടു. എൻ്റെ ഛർദി അവിടെ തന്നെ നിന്നു. പിന്നെ എനിക്ക് ഛർദിച്ചിട്ടില്ല. മാതാവിനോട് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. കരഞ്ഞ് തന്നെയാണ് ഞാനന്ന് പറഞ്ഞത് മാതാവിനോട്. അത്രയും വിഷമിച്ചിട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്നും ഞാൻ ഛർദിയാണ്. ഒരു 10-35 വർഷമായിട്ട് വൈകുന്നേരം നേരം വെളുക്കണ വരെ ഞാൻ ഛർദിയാണ്. ഛർദി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഛർദി. എനിക്കൊരു കുറേ ഡോക്ടേഴ്സിനെയൊക്കെ പോയി കണ്ടു, മരുന്നൊക്കെ മേടിച്ചിട്ടൊന്നും എനിക്കൊരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും മാതാവിനോട് പ്രാർത്ഥിച്ചതും. മാതാവിൻ്റെ ഉപ്പ് കഴിക്കാനിടയാവും, തൈലം പുരട്ടുകയൊക്കെ ചെയ്ത് മാതാവിൻ്റെ കൃപയാൽ എൻ്റെ പൂർണ്ണ സൗഖ്യം, എനിക്ക് ഛർദി മാറിക്കിട്ടി, പൂർണ്ണ സൗഖ്യം കിട്ടി. അതിന് ഞാൻ മാതാവിനോട് ഈശോയ്ക്കും കോടാനുകൂടി ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നു. 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടിയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. 3 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന എനിക്കൊരു ലോൺ പാസ്സായി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ വീട് ചെറിയ വീടാണ്, പക്ഷേ ചോർന്നൊലിക്കുന്നൊരു വീടാണ്. ഞങ്ങൾ വെള്ളം കാശ് കൊടുത്താണ് മേടിക്കണത്. 350 രൂപ കൊടുത്ത്, മഴക്കാലത്തും 350 രൂപ കൊടുത്താണ് വെള്ളം മേടിക്കണത്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് മറ്റേ ഉടമ്പടി പുതുക്കാനിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫോണിലേക്ക് കോള് വരുന്നതും. ഞാൻ ആ കോള് കട്ട് ചെയ്തു. ഇവിടുത്തെ ഉടമ്പടി പുതുക്കൽ കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ പറഞ്ഞു, നിനക്കൊരു ലോൺ പാസ്സായിട്ടുണ്ട്, നീ വന്ന് ഒപ്പിട്ട് പൈസ മേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ പുറത്തിറങ്ങി തിരിച്ച് കയറി വന്ന് മാതാവിന് ഒന്നുകൂടി നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ എനിക്ക് പൈസ കിട്ടി. എൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വെള്ളം കണക്ഷൻ എടുത്തു. ഇപ്പം എനിക്ക് സമൃദ്ധിയായിട്ട് എൻ്റെ വീട്ടിൽ വെള്ളമുണ്ട്. ഇപ്പം ഞാൻ പൈസയൊന്നും കൊടുത്തില്ല, വെള്ളം മേടിക്കണം, വെള്ളത്തിൻ്റെ കണക്ഷൻ കിട്ടി. പിന്നെ ബാലൻസ് പൈസയിൽ എൻ്റെ വീടൊന്ന് ചെറുതായിട്ട് തേച്ചു. ഓടിട്ട വീടാണ്, ടൈലിട്ടു. അതിനെല്ലാം ഞാൻ മാതാവിനോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്, ഒത്തിരി നന്ദി പറയുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ എന്നും മാതാവിൻ്റെ അടുത്തേക്ക് വരികയും ഉടമ്പടി പുതുക്കി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് നാൾ എനിക്ക് എൻ്റെ ഉടമ്പടി ഒന്ന് പുതുക്കാൻ പറ്റാതെ പോയി. എൻ്റെ വീട്ടിലൊരു 2 മരണം നടന്നു, അതുകൊണ്ട് പുതുക്കാൻ പറ്റിയില്ല. പിന്നെ വീണ്ടും വന്ന് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി. ഇപ്പം മുടങ്ങാണ്ട് ഉടമ്പടി ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, അഞ്ചരയുടെ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് ഞാനൊന്ന് വീണു, എൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റ് പൊട്ടി. സർജറിയുടെ കാര്യത്തിന് ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു സർജറി ചെയ്യാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ സർജറിയുടെ പേപ്പറുകളെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ CT സ്കാൻ ചെയ്തു. അപ്പം എൻ്റെ നെഞ്ചിൽ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞു. ലെൻസിലേക്ക് വെള്ളം കെട്ടി ചുരുങ്ങുകയാണ്, ശ്വാസോച്ഛ്വാസത്തിന് പ്രശ്നം പറഞ്ഞു. അപ്പോൾ ഇതൊരു ക്യാൻസറുടെ ലക്ഷണമാണോ എന്ന് അവർ പറഞ്ഞ നിമിഷം തന്നെ
ഞാനിവിടെ ഈ കൃപാസനത്തിലേക്ക് വരികയും ഉടമ്പടി പുതുക്കുകയും ഇവിടെ വന്ന് അച്ഛനെ കാണുകയും ഉണ്ടായി. അച്ഛനോട് പറഞ്ഞു, ക്യാൻസറുടെ കാര്യം പറഞ്ഞു. അച്ഛൻ എനിക്ക് ഇവിടുത്തെ തൈലം തന്നു. തൈലം തന്നത് എവിടെയാണ് നിനക്ക് വേദന എന്നുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചിട്ട് പരട്ടാൻ പറഞ്ഞു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് അവിടെ പരട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്കൊരു എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പി ചെയ്ത റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അവിടെ ഒരസുഖവും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ കാലെല്ലാം നീര് വന്നു, എനിക്ക് നടക്കാൻ പറ്റാണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ എനിക്ക് ഒരു സ്കാനും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്കാൻ ചെയ്തപ്പോൾ 1 മാസം ഞാൻ ക്വാറൻറ്റൈനിൽ പോയി. അപ്പോൾ എനിക്ക് പ്രാർത്ഥന കേൾക്കാൻ എനിക്ക് പറ്റില്ല. ഈ പുസ്തകം കൊണ്ടുപോകേണ്ട കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ എന്ത് സാധനം കൊണ്ടുപോയാലും തിരിച്ചു വരുമ്പോൾ അത് കത്തിച്ച് കളയുന്നു പറഞ്ഞു. പക്ഷേ ഞാനെന്നാലും കൃപാസനത്തിലൊരു പത്രവും എൻ്റെ കൊന്തയും ഞാൻ കയ്യിൽ പിടിച്ചു. അവിടെ ചെന്ന് ഞാൻ സ്കാൻ കഴിഞ്ഞ വശം അവരെന്നെ ക്വാറൻറ്റൈനിൽ കൊണ്ടിരുത്തി. അപ്പോഴും 1 മാസം എൻ്റെ വീട്ടുകാരെ ഞാൻ കാണുന്നില്ല, അടച്ച റൂമിലാണ്. പക്ഷേ ഇവിടെ ഈ കൃപാസനത്തിൽ വന്ന് പരിചയപ്പെട്ട പ്രീത എന്ന് പറഞ്ഞൊരു കുട്ടി ആ സമയം എന്നെ വിളിച്ചു, ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചിക്ക് ആ പ്രാർത്ഥന കേൾക്കാൻ ഞാനൊരു വഴിയൊരുക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് ടച്ച് പോകണമൊന്നുമില്ല, എൻ്റെ കയ്യിൽ ചെറിയ പോകണം, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ 5:30 പ്രാർത്ഥന മുടങ്ങും, വൈകുന്നേരത്തെ പ്രാർത്ഥന മുടങ്ങും, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. പുലർച്ചെ കൃത്യം അവളുടെ ഭർത്താവിൻ്റെ ഫോൺ ഓണാക്കി, അവളുടെ ഫോൺ ഓണാക്കി വെച്ച് അവളെൻ്റെ ഈ ചെറിയ ഫോണിലേക്ക് ഇവിടുത്തെ 5:30 പ്രാർത്ഥന എന്നെ കേൾപ്പിച്ചു. ഞാൻ ആ സമയത്തല്ല 1 മാസം അവൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് ഞാൻ ഇവിടെ ഓൺലൈനായിട്ട് കേട്ടോണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച അച്ഛൻ ഇവിടെ 5:30 പ്രാർത്ഥനയിൽ ഞാൻ ആ പ്രാർത്ഥന ഓൺലൈനിൽ കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ കുഞ്ഞു ഫോണിൽ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. കേട്ടോണ്ടിരിക്കുമ്പോൾ പറയുന്നത്, ശരീരം മുഴുവൻ നീരുള്ള ഒരു വ്യക്തിക്ക് ഇന്ന് ഒരു സഹോദരിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. ആ നിമിഷം അത് ഞാനാണെന്ന് വിചാരിച്ച് അച്ഛൻ പറഞ്ഞ വാക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ എടുത്ത് ആ നിമിഷം ഞാൻ എൻ്റെ മാതാവിനോട്, ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഈ നിമിഷം നീ എൻ്റെ ശരീരത്തെ നീര് മുഴുവൻ മാറ്റിത്തരണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നടക്കാൻ പറ്റില്ല. ഈ സ്കാൻ കഴിഞ്ഞതിന് ശേഷം, സർജറി കഴിഞ്ഞതിന് ശേഷം നീര് മുറ്റിയിട്ട് ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു മാസം ക്വാറൻറ്റൈനിൽ ഇരിക്കണത്. പ്രായമായ അമ്മ വാതുക്കെ ചോറ് കൊണ്ടുവച്ച് തരും, ഞാനതെടുത്ത് കഴിക്കും, പാത്രം അതുപോലെ വെക്കും. അപ്പം അത്രയും ഒരു ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഇവിടെ അച്ഛൻ്റെ പ്രാർത്ഥന ഞാൻ ഈ ചെറിയ ഫോണിൽ കേൾക്കണതും ഓക്കെ. അപ്പം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മരുന്ന് കഴിക്കാൻ സമയമായി നീ എനിക്ക്. ഞാൻ പറഞ്ഞു, എനിക്കില്ല അമ്മ, എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ നീര് മുഴുവൻ ഈ നിമിഷം മുതൽ എൻ്റെ ശരീരത്തിൽ നിന്ന് പോകും. അപ്പോൾ ഈശോയും അമ്മ ഇപ്പം വരും. അപ്പോൾ ഞാനതുകൊണ്ട് കണ്ണ് തുറക്കില്ല, എനിക്കില്ല, ഞാൻ ഈ നിമിഷം മുതൽ എൻ്റെ അമ്മയോട് ഞാൻ കൂടെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ശരി, നീ കുറച്ച് കഴിയുമ്പോൾ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ പ്രാർത്ഥനയിൽ മുഴുവൻ അച്ഛൻ പ്രാർത്ഥിച്ച് മുഴുവൻ ഞാൻ കേട്ടു. കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോണ്ട് ഞാൻ ആ കിഴക്കേന്ന് തന്നെ എണീറ്റു. കാല് ഞാൻ നിലത്ത് കുത്തി, കട്ടിലുമെന്ന് എണീറ്റ് ഞാൻ കാല് ഞാൻ കുത്തി ഉറപ്പിച്ച് തന്നെ ഞാൻ ചവിട്ടി. പക്ഷെ ഞാൻ വീഴുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയെല്ലാം എൻ്റെ അമ്മ മാതാവ് എന്നെ ഉള്ളം കരത്തിൽ താങ്ങി. ഞാൻ എൻ്റെ കാലയിലേക്കാണ് ആദ്യം നോക്കിയത്, കാലിന് നീരെങ്ങനെയാന്ന്. പക്ഷെ എൻ്റെ കാലുമ്മ നീര് കാണാനില്ല. എത്ര എന്താ പറയുക, എനിക്ക് ആ നിമിഷം ഈ കൃപാസനത്തിലേക്ക് ഓടി വന്ന് എൻ്റെ അമ്മയോട് ആ നിമിഷം എനിക്ക് സാക്ഷ്യം പറയണം, അച്ഛനോട് പറയണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് ക്വാറൻറ്റൈനിൽ ഇരിക്കണ കാരണം എനിക്ക് ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ ഇന്നാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ കാല് നീരായിട്ടിരിക്കണതിൻ്റെ ഇടയിലും ഞാനിവിടെ വന്ന് എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കിപ്പോയി. വീട്ടിലൊരു അമ്മോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞൊരു ചെറിയ കള്ളം പറഞ്ഞാണ് ഞാൻ വന്നത്. എന്താ വെച്ചാൽ എനിക്ക് നടക്കാൻ പറ്റില്ല, കാലിൻ്റെ ലിഗമെൻറ്റ് പൊട്ടിയിട്ടാണ് ഇരിക്കണത്. പക്ഷേ ആ സമയത്തും ഞാനിവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി ഞാനൊരു 4 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്താവുന്ന രീതിക്ക് എൻ്റെ മാതാവിൻ്റെ വീട്ടിൽ എന്നെ എത്തിച്ചു. അപ്പം ഇത്രത്തോളം എന്നെ നടത്തി എൻ്റെ മാതാവിന് ഞാൻ നന്ദി പറയണു. പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പത്രം മേടിച്ച് എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കും. പിന്നെ എന്നെക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ പോയിരിക്കുന്നത് രോഗികളുടെ അരികിലേക്കാണ്. എന്താണെന്ന് വെച്ചാൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാനും ഞാൻ എപ്പോഴും ഒരു കരുതൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും രോഗികളുടെ ഇടയിൽ, അതുപോലെ ഈ പത്രങ്ങളൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബസ് സ്റ്റാൻഡിലും ആസ്പത്രികളിലും പിന്നെ ഞങ്ങളുടെ തൃശ്ശൂർ ടൗണിൽ റെയിൽവേ സ്റ്റേഷനിൽ
ഒക്കെയാണ് ഞാൻ പത്രം കൊടുക്കണത്. പിന്നെ എൻ്റെ അയൽവക്കത്ത് പിന്നെ ഞാൻ ഉപ്പും ഇതും മേടിച്ച് കൊടുക്കാറുണ്ട് എല്ലാവർക്കും. പിന്നെ എന്നാൽ കഴിയുന്ന സാമ്പത്തിക സഹായം ആർക്കെങ്കിലും രോഗമായിട്ടിരിക്കുന്നവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അവർക്ക് പലചരക്ക് സാധനങ്ങൾ, അവർക്ക് ആവശ്യമുള്ള മരുന്ന് മേടിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ എന്നാൽ കഴിയുന്ന വിധം ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾ ഇപ്പം ഞാൻ മുടക്കാറില്ല. 5:30 എനിക്ക് ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കും. വൈകിട്ട് ബൈബിൾ വായിക്കും. വൈകുന്നേരത്തെ ഞാൻ പ്രാർത്ഥന മുടക്കാറില്ല. പിന്നെ എല്ലാവർക്കും എന്നാൽ കഴിയുന്ന സഹായം ഇനിയും ചെയ്യണം എന്ന് തന്നെയാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മാതാവിനോടൊപ്പം തന്നെ മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ച് മാതാവിനോട് കൂടെ നടക്കാനും നല്ല വഴിക്ക് മാതാവിനോടൊപ്പം ജീവിക്കാനും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. അവിടുന്ന് അരുൾ ചെയ്തു, എൻ്റെ മഹത്വം നിൻ്റെ മുൻപിലൂടെ കടന്നു പോകും. കർത്താവ് എന്ന എൻ്റെ നാമം നിൻ്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 19-ാം വചനമാണ്. കൃപയൊഴുകുന്ന വഴി എന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളവരോടാണ്. ദൈവത്തെ ഇഷ്ടപ്പെടുത്തിയെടുക്കാനുള്ള ഒരു വഴിയാണ് ഉടമ്പടി. നമുക്കുള്ള ഒരു ഓപ്ഷൻ എങ്ങനെയാണ് നമ്മളെ തന്നെ ദൈവത്തിന് ഇഷ്ടപ്പെടുത്തിയെടുക്കുക എന്നാണ്. കൃപ ഒഴുകുന്ന വഴി എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളവരോടാണെന്നാണ് പറഞ്ഞത്. ഉടമ്പടി ഒരു കരാർ മാത്രമല്ല, ഒരു ബന്ധമാണ്, ഒരു വിശ്വാസയാത്രയാണ്, ഒരു ആത്മബന്ധമാണ്. എൻ്റെ മഹത്വം നിൻ്റെ മുൻപിൽ കടന്നു പോകുമെന്ന് പറയുമ്പോൾ ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവമാണ് ഉടമ്പടി. ഉടമ്പടി നയിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ദൈവാനുഭവങ്ങളുടെ ഒരു വലിയ ഒരു യാത്രയാണ്. ദൈവത്തിൻ്റെ കരുണയുടെയും ദൈവസ്നേഹത്തിൻ്റെയും ദൈവകൃപയുടെയും ഒരു വലിയ ഒരു ജീവിത ആത്മീയ യാത്രയാണ് ഓരോ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിന്ദു വിജയൻ എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മുൻപിൽ കടന്നു പോകുന്നത് എങ്ങനെയാണെന്നാണ് വെളിപ്പെടുത്തുന്നത്. ആ ദൈവത്തിൻ്റെ മഹത്വമാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ മകൾ 35 വർഷത്തോളം വളരെ അപൂർവമായ ഛർദി എന്ന അസുഖത്തിലൂടെ വളരെ ബുദ്ധിമുട്ടി. കാരണം എന്നും രാത്രിയിൽ വളരെ ബുദ്ധിമുട്ടോടെയാണ് കിടന്നുറങ്ങിയത്. അടുത്ത് ബക്കറ്റ് വെച്ച് പോലുമാണ് കിടന്നുറങ്ങിയത്. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് പല മരുന്നുകൾ കഴിച്ചെങ്കിൽ യാതൊരു പ്രയോജനവുമില്ലായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 35 വർഷം സാധിക്കാത്ത കാര്യമാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് അമ്മയുടെ കൃപയിലാണ്, അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ഈ മകളെ സുഖപ്പെടുത്തിയത്. പിന്നീടുണ്ടായിരുന്ന കാര്യം കാലിൻ്റെ ഒരു ലെഗമെൻ്റ് ആയിരുന്നു, അത് പൊട്ടി, അത് സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അതിന് പ്രകാരം ഈ മകള് ഇവിടെ വരികയും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി പ്രാർത്ഥിക്കുകയും അച്ഛൻ സൈത്ത് കൊടുക്കുകയും സൈത്ത് തേച്ച് പ്രാർത്ഥിക്കുകയും ആ കാശുരൂപം കിട്ടി. ആ കാശുരൂപം പിടിച്ചാണ് ഈ മകൾ ഇവിടുന്ന് പോയത്. പിന്നീട് ആ സർജറിയുടെ ആവശ്യം വന്നില്ല. ലെഗമെൻ്റ് കാലിൻ്റെ ലെഗമെൻ്റ് അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തിയെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുന്നത്. കാരണം ഇവിടുന്ന് പോയതിൻ്റെ അന്ന് രാത്രി തന്നെ ആ മകൾക്കൊരു ഈശോയുടെ അമ്മേൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അമ്മ തന്നെ വന്ന് കാലിൽ തൊട്ട് സുഖപ്പെടുത്തിയതായിട്ടാണ് ഈ മകൾ സാക്ഷ്യം പറയുന്നത്. അത് ഈശോയുടെ അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീടുണ്ടായിരുന്ന വേറൊരു സർജറി ആയിരുന്നു. ചെസ്റ്റിൽ അസുഖം വന്നപ്പോഴും ഇതുപോലെ തന്നെ ഡോക്ടേഴ്സ് വീണ്ടും സർജറിയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമായിരുന്നു ഈ മകളുടെ കൂടെ ഉണ്ടായിരുന്നത്. എന്തു വന്നാലും ഭയപ്പെടാതെ ധൈര്യപ്പെട്ട നിമിഷങ്ങൾ കർത്താവിൻ്റെയും അമ്മയുടെയും എപ്പോഴും ആ സാമീപ്യം, ആ സാന്നിധ്യമാണ് ഈ മകളുടെ കൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് 7 മാസം ശരീരത്തിൻ്റെ നീര് വച്ചിരുന്നു. 7 മാസമായിട്ട് ആ ശരീരം മുഴുവൻ നീരായിരുന്നു. പക്ഷെങ്കിൽ ഒരു ദിവസം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ തന്നെയാണ് അച്ഛൻ പറയുകയുണ്ടായി, ശരീരം മുഴുവൻ നീരുള്ള ഒരു വ്യക്തിയെ ധ്യാനത്തിൽ പറഞ്ഞതാണ് ഈശോ സുഖപ്പെടുത്തുന്നുവെന്ന്. ബിന്ദു അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, അത് ഞാൻ തന്നെയാണെന്ന്.
അങ്ങനെ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് തന്നെ ഈ മകൾക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയായിരുന്നു. കാരണം 7 മാസത്തോളം പല മരുന്നുകൾ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും ഒരു പ്രയോജനവും ഒരു ഫലവും ഇല്ലായിരുന്ന ഒരു രോഗമായിരുന്നു അത്. അന്നത്തെ പ്രാർത്ഥനയിൽ ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞപ്പോൾ ബിന്ദു പൂർണ്ണമായിട്ടും ഈ സഹോദരി പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുകയായിരുന്നു. ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യമുള്ള ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ നമുക്കറിയാം. 2004 പരിശുദ്ധമ്മ ഘടികാരം നെഞ്ചിൽ ചാർത്തി ഇവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അച്ഛന് ലഭിച്ച അനുഗ്രഹമാണ് ഓരോ കൈവപ്പ് ശുശ്രൂഷ വഴി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം അടുത്തറിഞ്ഞ ആത്മീയ ജീവിതമുള്ള 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ തീഷ്ണമായ ഒരു ആത്മീയതയുടെ ഒരു ജീവിതയാത്ര, ആത്മീയ യാത്ര നയിക്കുന്ന അച്ഛനിലൂടെ ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും എത്ര രോഗികളാണ് സൗഖ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ബിന്ദുവിന് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ് ഈ രോഗസൗഖ്യങ്ങളും. പിന്നെ ഈ രോഗത്തിൻ്റെ ആ സമയത്തും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഈ മകളുടെ ജീവിതത്തിലുണ്ടാവുകയും കാലിൻ്റെ ലിഗമെൻറ്റിൻ്റെ ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തുകയും പിന്നീട് എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ചും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ കിട്ടാതിരുന്ന ലോൺ പല വർഷങ്ങളായിട്ട് കിട്ടാതിരുന്ന ലോണാണ് ഇവിടെ വെച്ച് ഉടമ്പടി എടുക്കാൻ വന്ന ആ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെയാണ് ആ ലോൺ പാസ്സാകുന്നത്. അങ്ങനെ കുടിവെള്ളം വീട്ടിൽ വരികയും കിട്ടാതിരുന്ന മുടങ്ങിക്കിടന്ന ആ ലോണാണ് അമ്മ കൊടുക്കുകയും ചെയ്തത് അമ്മയുടെ മധ്യസ്ഥം വഴി. ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാ നിമിഷവും ഏത് പ്രതിസന്ധി വന്നാലും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, വേദനകൾ, നമ്മുടെ രോഗാവസ്ഥകൾ ദൈവത്തിന് നമ്മളത് വെറുതെ നമ്മുടെ കണ്ണുനീര് കാണാത്ത ഒരു ദൈവമല്ല നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ കണ്ണീരൊപ്പുന്ന ഒരമ്മയാണ്, കണ്ണീര് കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മ നമ്മുടെ കൂടെ കടന്നു പോകുന്നത് ഉടമ്പടിയിലൂടെയാണ്. എൻ്റെ മഹത്വം നിൻ്റെ മുൻപിലൂടെ കടന്നു പോകുമെന്നാണ് കർത്താവ് പറയണത്. അത് ഉടമ്പടിയിലൂടെയാണ്. ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ ജീവിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുവാൻ നമുക്കും കാണുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് എന്ന എൻ്റെ നാമം നിൻ്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും എനിക്കിഷ്ടമുള്ളവരിൽ ഞാൻ പ്രസാദിക്കും, എനിക്കിഷ്ടമുള്ളവരോട് കരുണ കാണിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. നമുക്കും ദൈവത്തിന് ഇഷ്ടമുള്ളവരായി ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ബിന്ദു വിജയനും കുടുംബത്തിന് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.